പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാന്ന് അറിഞ്ഞുകൂടെ? മര്യാദയ്ക്ക് കേറി പോവിൻ. ആരെന്നറിഞ്ഞിട്ടോ അറിയാതെയോ കൂത്താതെ ഇനിയിപ്പ് കച്ചോളിയോദയനെക്കുറിപ്പിന്റെ മരുമകളായി നിൽക്കുന്നത്. കേറിപ്പോയിൻ. നാലാളെക്കുട്ടി നടുവഴിയിട്ട് ഇഴപ്പിക്കുകയാണ് വേണ്ടത്. കേറിപ്പോയിൻ. ഓഹോ, ചരൽ വാരി എറിയനടി പെണ്ണുങ്ങളെ. ഈ ധിക്കാരത്തിന് ശേഷം ചോദിക്കാൻ ആണുങ്ങളുണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണം. ചാപ്പാ, മരുമോൾ ഉണ്ണിമാധുവല്ലേ ഓടിയെത്തുന്നത്? അതെ അതെ. ഉണ്ണിമാധു, എന്റെ മരുമോൾക്ക് എന്ത് പിണഞ്ഞു? കടവിലൊരു മുട്ടാണൻ. ആ തെമ്മാടി ചെക്കൻ അഴുക്ക് വെള്ളം കൊണ്ട് എന്നെ എത്തിച്ചു. എന്താ? അമ്മാവനാണ്, എനിക്കത് സഹിക്കില്ല. അത്രയ്ക്കായോ? തമ്പുരാട്ടി, ഒതേനെ തമ്പുരാനും കൊണ്ടിത് വരണു. അതെ അമ്മാവാ. ഇവൻ എന്റെ ചെറുവിരൽക്ക് പോരല്ലോ. ഓഹോ, എന്നെ മോതിരമാക്കി വളയ്ക്കാനാണോ ഭാവം? വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്നവരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. പെൺകടവിൽ കുളിച്ചതും പോരാ, വെള്ളം തെറ്റി നനച്ചതും പോരാ, കടന്ന് കളിക്കുകയും ചെയ്യൂ. ചിറയിലെ വെള്ളത്തിൽ ആണെന്നും പെണ്ണെന്നും എഴുതി കണ്ടില്ല. മുഖത്തടിച്ച പോലെ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ ശുദ്ധപ്പെടുത്താൻ വേണ്ടി വെള്ളം തെറ്റി. നീ? ഞാൻ. പേര് അമ്പു. അമ്മ? അമ്മ. അച്ഛൻ? അച്ഛൻ. അറിഞ്ഞിട്ടെന്ത് വേണം? നാടെവിടെ? പറയാൻ ഭാവമില്ലെങ്കിൽ നിങ്ങൾ? തച്ചോളി. അങ്ങോട്ട് ചോദിച്ചില്ല. തച്ചോളി ഉദയനൻ. ഉദയനൻ? ഉദയനൻ? കടത്തനാട്ട കേളികേട്ട പടക്കുറുപ്പ് നിങ്ങളാണോ ഉദയനൻ? അതെ, കണ്ടത് നന്നായി. കേട്ടിടത്തോളം കരുത്ത് കാണുന്നില്ല. ആ, കേളിക്ക് പൊന്നോല, കാഴ്ചയ്ക്ക് പഴയോല. പോണേ. നിന്റെ അച്ഛനോട് എന്ന് ചോദിക്കും. എന്റെ കരുത്തും കഴിവും കേട്ടുക. എന്റെ അച്ഛൻ ആരെന്ന് നനച്ചു? എന്റെ അച്ഛനെ താട്ടിപ്പറയണ നാക്കരുത്ത് ഞാൻ നാക്കറിയും. കനലരിക്കോ എറുമ്പ്? നിർത്തൻ. നാടുവാഴി നായമാരും വരുന്നു. കൂടെ ആ ചുംബം കോമനായരുമുണ്ട്. എന്താ 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 മുതലക്കുറിപ്പേ, ഇവൻ എങ്ങുന്നോ വന്നിരിക്കുന്ന അഹങ്കാരവും കൊണ്ട്. ശരി, ഉഷിരൻ കുട്ടി, നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. എന്റെ കാൽക്കൽ വന്ന് ആചാരം ചെയ്ത് തിരിച്ചു പോയിക്കൊള്ളി. എന്റെ ഗുരുക്കൾ ഉദയനല്ല. എന്നെ പേരെടുത്ത് വിളിച്ചവരില്ല. പടക്കുറിപ്പൊന്ന് വിളിച്ചൂടെ? 18 കളയിക്കാതെ ഇവൻ. അതെ അതെ, 18 ഗുരുക്കൾ. മാറൻ, എനിക്ക് പോണം. നീ പറയുമ്പൊക്കെ മാറാൻ നിന്റെ വേലക്കാരാണ് കൊടുക്കുന്നത്. തീരെ കുട്ടി, വാളെടുക്കാൻ പ്രായമായോ? മുലപ്പാലിന്റെ മണം മാറിയില്ലല്ലോ. കൂട്ടാനും ഉറക്കാനും കൂടെ ആരാനും വന്നിട്ടുണ്ടോ? വാളെടുക്കിൻ ഉദയന, വാളെടുക്കിൻ. വാത്സല്യം കൊണ്ട് പറയുകയാണ് കുട്ടി. നീ പൊയ്ക്കൊള്ളി, വല്ലായ്മയ്ക്ക് ഇടം വരരുതല്ലോ. വാൾ വീശൻ. എന്റെ വാൾത്തലയ്ക്ക് നീ പോരാ. ഇതുപോലെ 1001 എണ്ണത്തോട് ഞാൻ നോക്കും. അമ്മയ്ക്കും അച്ഛനും സുഖം തന്നെയല്ലേ? പയ്യാരം പറയാണ്ട് പോയി നോക്കിൻ കുറുപ്പേ. വല്ലതും കഴിച്ചിട്ട് പോരെ? എടാ കുട്ടി, നിന്റെ കഴുത്തിലെ പുലിനഖമാല തിരിഞ്ഞുപോയി. ഞാൻ ശരിപ്പെടുത്തരാം. അടുക്കരുത്. അത്രയ്ക്കായോ? ഒട്ടും പിറകോട്ടില്ല. അംഗം കുറിക്കണം. തയ്യാർ. ഇന്നു മുതൽ എണ്ണി 12-ാം നാൾ. എന്റെ കാവിലമ്മ നഗരത്തലക്കൽ ഇന്നു തൊട്ടെണ്ണി 12-ാം നാൾ തച്ചോളി ഉദയനക്കുറിപ്പും എന്താ നിന്റെ നിലപാടും പേരും? അമ്പു എന്ന് മതി. ആ അമ്പുവുമായി അംഗം വെട്ടുമെന്ന വാർത്ത നാടുവാഴിയായ നോം സമ്മതിച്ച നാട്ടാനെ അറിയിക്കണു. കോമക്കുറിപ്പ് തമ്പുരാനും എത്തിക്കഴിഞ്ഞു.
ഏനാ ഒന്നോ രണ്ടോ കുറിയല്ല പോർവിളിയും അംഗം കുറിക്കലും നീ പുല്ലാക്കി തീർക്കണ്. തറച്ചൊന്ന് നോക്കിയാൽ മതി, ഉറുമിയായി അങ്കത്തട്ടായി. എന്തുണ്ടായി ഇത്രയ്ക്കൊരു പോർവിളി നടത്താൻ? മെയ്യും മനസ്സും മൂക്കാത്ത ആ കുട്ടിയെ ഒന്ന് മാപ്പാക്കിയാൽ പച്ചോറി മേപ്പേല മോന്തായം പൊട്ടി വീഴുമോ? എന്താണെന്നും മിണ്ടാത്തത്? പേനനോടാണ് ചോദിക്കുന്നത്. പേനന്റെ തോന്യാസത്തിനൊക്കെ തേരാളി നീയാണ്. ചാപ്പനെ ഞാനൊന്ന് പിടിക്കുന്നുണ്ട്, കണ്ടോ? നിന്റെ ഓ തിരുവായിക്ക് എതിർവായില്ലേ? ആരാണത്? ഉണ്ണിമാധു എന്നെ അറിയും. ആടും പേരുമില്ലാത്ത നാടായോ ഇത്? എന്തിനവിടെ വന്നു? പറയാം. പോകുന്ന സമയത്ത് യാത്ര ചോദിക്കാൻ കഴിഞ്ഞില്ല. കടത്തനാട്ട കേളി കേട്ട പടനായരെ കണ്ടുമുട്ടാനും പയറ്റു കുടിക്കാനും കളമൊരുക്കിയ പെണ്ണല്ലേ. പറയാണ്ട് പോണത് ശരിയല്ലെന്ന് തോന്നുന്നു. ഉണ്ണിമാധു, അമ്മ പിന്നീട് കാണാം. ഉണ്ണിമാധു, എന്റെ കുട്ടി, നീ എത്തിയോ? വഴിപാടുകൾ ഫലിച്ചു. അമ്മയെ കണ്ടില്ലേ? ഇല്ല, വരുംവഴിയാണ്. തെല്ല് വൈകിപ്പോയി. വന്നാട്ടെ. അമ്പുമോൻ എത്തുവോളോ ഉള്ളിലുമുത്തിയാണെന്ന് ചൊല്ലി ഉണ്ണാതെ ഉറങ്ങാതെ ആ അമ്മ ഒരേ ഇരിപ്പാണ്. ദാഹിച്ച വെള്ളം കുടിച്ചിട്ടില്ല. പാവം അമ്മ. കണ്ണൻ എവിടെ പോയി നാണിയമ്മേ? കാത്തിരുന്ന് നിരത്തിലോട്ടിറങ്ങി. അല്ല, ഇനി വന്നോ? അന്വേഷിച്ച് ഞാനൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച് വാളും പരിച്ചായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു. കണ്ണ കാത്തിരുന്ന് കണ്ണ് കരച്ചല്ലോ. പാൽക്കഞ്ഞി വെച്ചിട്ടുണ്ട്, കഴിക്കണോ? വേണ്ട നാണിയമ്മേ, ഞാൻ അമ്മയെ കണ്ടിട്ട് മടങ്ങാം. നീ എന്തിനാടി അമ്പുനെ പറഞ്ഞയച്ചത്? വിശേഷങ്ങളൊന്നും പറയാതില്ലേ പോയത്? അമ്മയെ കാണണ്ടേ? ഓ, അത് ശരിയാണ്.